നമസ്കാരം. ഇന്ത്യയോട് എത്ര ചൊറിഞ്ഞിട്ടും മതി വരാതിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. ഇന്ത്യക്കു മേൽ അധിക തീരുവ ചുമത്തിയിട്ടും ഒട്ടും മതിയാവാതെ അവസാനം പുതിയ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് പൊട്ടൻ ട്രംപ്. അതായത് ഇന്ത്യക്കു മേൽ മടുക്കും വരെ തീരുവ ചുമത്തുമെന്നാണ് പുതിയ ഭീഷണി. അപ്പോ ട്രംപിനുള്ള മറുപടിയും നല്ല കൃത്യമായി തന്നെ മോദി നൽകുന്നുണ്ട്. എത്രയൊക്കെ സമ്മർദ്ദം വന്നാലും അതിനെ ചെറുക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ട്. അതിനായുള്ള ശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ലോകം സാമ്പത്തിക സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ്. എന്നാൽ അത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അമേരിക്കൻ താരിഫുകളെ കുറിച്ച് പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചെറുകിട സംരംഭകരുടെയും കർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറയുന്നുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ ചുമത്തിയ 25% പിഴച്ചുങ്കവും നിലവിലെ 25% പകരച്ചുങ്കവും അടക്കം ഇന്നു മുതൽ 50% തീരുവ. തിങ്കളാഴ്ച അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം തീരുവ പ്രാബല്യത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇതുപ്രകാരം ബുധനാഴ്ച ഇന്ത്യൻ സമയം പകൽ 9 മണിക്ക് ശേഷം അമേരിക്കയിൽ വിപണിയിലെത്തുന്ന ഇന്ത്യൻ ചരക്കുകൾക്ക് പിഴച്ചുങ്കം ബാധകമാകും. തുണിത്തരങ്ങൾ, തുന്നിയ വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ, തുകൽ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ്, രാസവസ്തുക്കൾ, വൈദ്യുത മെക്കാനിക്കൽ യന്ത്രങ്ങൾ, മൃഗങ്ങൾ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെയാണ് തീരുവ വർധനവ് കൂടുതൽ ബാധിക്കുക. മരുന്ന്, ഊർജ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയെ ചുങ്കം ബാധിച്ചേക്കില്ല. ട്രംപിന്റെ അധിക തീരുവ കാരണം ചരക്ക് കയറ്റുമതിയുടെ മൂല്യം കഴിഞ്ഞ വർഷത്തേക്കാൾ 40 മുതൽ 45% വരെ കുറയുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നിന്നും 50% തീരുവ ഇരട്ടിയാക്കാനുള്ള പദ്ധതി ട്രംപ് ഈ മാസം ആദ്യം പ്രഖ്യാപിക്കുകയും നടപ്പാക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് 27 നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ, പരവതാനികൾ, ഫർണിച്ചറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകൾ കയറ്റുമതി 70% വരെ ഇടിയാനും സാധ്യതയുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യുഎസിലേക്കുള്ള കയറ്റുമതിയുടെ ഏകദേശം 66% തീരുവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് $86.5 ബില്യൺ മൂല്യമുള്ളതാണ്. തീരുവകൾ തുടർന്നാൽ അടുത്ത വർഷം കയറ്റുമതി $49.6 ബില്യൺ കുറയും. ഈ സാഹചര്യത്തിൽ ചൈന, വിയറ്റ്നാം, മെക്സിക്കോ തുടങ്ങിയ എതിരാളികൾ യുഎസ് വിപണിയിലെ വിലയിടിവ് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തെ കുറിച്ച് ട്രംപ് തന്റെ അവകാശവാദം പലവട്ടമായി ആവർത്തിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ വ്യക്തമായി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെയും നേതാക്കൾ ഇന്ത്യയോടും പാകിസ്ഥാനെതിരായ സൈനികാഭ്യാസം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ആണവ ശക്തികളായ 2 അയൽക്കാർക്കിടയിൽ താൻ വ്യക്തിപരമായി ഇടപെട്ടു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. നേരത്തെ പലതവണയും അദ്ദേഹം ഇതേ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തന്റെ 5 മണിക്കൂർ ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു സമാധാന കരാറിൽ എത്തിയതായിട്ടായിരുന്നു ട്രംപിന്റെ വാദം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന കരാറിന് താൻ മധ്യസ്ഥത വഹിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുന്നത് ഇത് ആദ്യമായല്ല. മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചതിനു ശേഷം തന്റെ അവകാശവാദം അദ്ദേഹം ഏതാണ്ട് 40 തവണയിൽ കൂടുതലായി ആവർത്തിച്ചു എന്നതാണ് ശ്രദ്ധേയം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച